അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉമ്മ അതാ അൻഷിഫിനെ വിളിക്കുന്നു. ഹലോ, എവിടെ പോയി കിടക്കുക മോനെ? നേരത്തെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഏ എന്താ എനിക്ക്? എന്തിൻ്റെ കേടാ എനിക്ക്? ഇങ്ങോട്ട് പോന്നാ? ഈ രാത്രി നട്ടപ്പാതിരാക്കൊന്നും നീ എങ്ങോട്ടും പോകാറില്ല. വല്ല കൂട്ടുകെട്ടിലും പെട്ട് കഴിഞ്ഞാലേ അതുമായി. വേഗം ഇങ്ങോട്ട് പോന്നാ. ഞാൻ വരാ. എന്ത് ഇത്ര ധൃതി? അവിടെ വന്നിട്ട് എന്ത് മനസ്സമാധാനം ഇല്ലാതാക്കാനാണോ? ഉമ്മാനെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണ്ട. ഉമ്മയാണ് ഇതിൻ്റെയൊക്കെ ഏജൻറ്റ്. എല്ലാത്തിനും എന്നെ നിർബന്ധിച്ചത് ഉമ്മ തന്നെയാണ്. ഞാൻ ഒരു ഇതും ഇല്ലാതെ അങ്ങ് നടക്കുകയായിരുന്നു, ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉമ്മക്ക് നിർബന്ധം ഞാൻ പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ അവൾക്കത് താല്പര്യമില്ല. എൻ്റെ പൊന്നാര മോനെ, ഈ ഒന്നുകൊണ്ട് വന്നാളാ. അതൊക്കെ ഞാൻ ഓളെ പറഞ്ഞ് സമ്മതിപ്പിച്ചേക്കണ്. ഓള് സമ്മതിച്ചേക്കണ്. ഇങ്ങോട്ട് പോര്. സമ്മതിക്കും. ഓളേ ഓന്തിൻ്റെ പോലെയാണ്, എപ്പോഴും സ്വഭാവം മാറിക്കൊണ്ട് നിങ്ങളെ മരുമകൾ. എൻ്റെ പൊന്നാര കുട്ടിയെ, ഈ നിങ്ങളെ വിഷമത്തിലാക്കല്ലേ. അതായത് എല്ലാവർക്കും ഒരു പറച്ചിലാണ്, നമ്മൾ നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ്. ഞാൻ ദയവായി വഷളാക്കല്ലേ മോനെ. ഞാൻ എന്തിനു വഷളാക്കുന്നു? എനിക്ക് ആരെയും വഷളാക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ വാക്കിന് വീണ്ടും വിലയില്ലാത്ത രീതിയിലാക്കരുത്. എന്നൊരു കള്ളനാക്കി മാറ്റാണ്. ഞാനിന്ന് ഹോസ്പിറ്റലിലേക്കാണ് പോയപ്പോഴേ അവൾ എന്ത് ചെയ്തതെന്നോ, എൻ്റെ കൈ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തൊരു മാനക്കേടിൽ അവൾ എന്നെ ആക്കുന്നത്. ഉമ്മാക്കത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അവൾക്കൊന്നും വേണ്ട, പിന്നെ മതി. ആ ഡോക്ടർ വേണ്ട, ഈ ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പൊന്നു മോനെ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കണേ. ഓളെ നാളെ എൻ്റെ കൂടെ വരും, ഈ നോക്കിക്കോ, ഈ ഇങ്ങോട്ട് പോര്. എന്നാൽ അത് കേട്ടപ്പോൾ അൻഷിഫിൻ്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസം. അങ്ങനെ വഴിക്ക് വരട്ടെ അവൾ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഇഷ്ടത്തിന് അവൾ നിൽക്കുന്നില്ലെങ്കിലേ ഞാൻ അവളെങ്ങ് മൊഴി ചൊല്ലി കൊടുത്തോളാം. എൻ്റെ പൊന്നാര കുട്ടി, ഈ പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഈ പറഞ്ഞാലേ എന്നാൽ ഈ സമയം ബുഷി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഏറെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കണ്ണീര്. എന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ സഹകരിച്ച് ജീവിക്കുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെയായിട്ട്. അതെ, സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ പറയും, അതുപോലെ അങ്ങനെയൊക്കെ എന്നല്ലാതെ കൂടുതലായിട്ട് കെയറിങ്ങും കാര്യങ്ങളും അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് പരാതിയില്ലായിരുന്നു ഒരിക്കലും. എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മായി എത്ര ചോദിച്ചു, എന്താ മോളെ എങ്ങനെയുണ്ട് എന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അൻഷിഫിനെ കുറ്റം പറഞ്ഞിട്ടില്ല. കുറ്റം പറയാൻ പാടില്ലല്ലോ, കാര്യം ഭർത്താവല്ലേ. ആ പഠിച്ചവൻ അങ്ങനെ. ഒരു പക്ഷെ അത് എനിക്കാണെങ്കിലോ അങ്ങനെ. അതിപ്പോൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ കാര്യം. പക്ഷെ ഇപ്പോൾ എന്നെ നിർബന്ധിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല, വിശ്വാസമില്ല സിനാൻ ആലോചിക്കുമ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് തെറ്റിപ്പോയത്. അതെ, കല്യാണം കഴിഞ്ഞ ആ ദിവസം മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു ഒരു വേദനയാണ്, വിഷമമാണ്. എനിക്ക് തോന്നുകയാണ് റബ്ബേ, വളരെയധികം എന്നെ ആഗ്രഹിച്ചതായിരുന്നു ഷാമിൽ. അതെ, ഞാനും. പക്ഷേ അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, എളാമയുടെ സ്വഭാവം കൊണ്ട്, ഉപ്പയുടെ അസുഖം കൊണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ അവൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവൻക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് അവൻ പറഞ്ഞു പോയി. അതെ, ബുഷിയെ വേറെ കല്യാണം കഴിപ്പിച്ചോളൂ. എൻ്റെ പ്രാരാബ്ദങ്ങളും ഇതെല്ലാം കഴിഞ്ഞാവുമ്പോഴേക്കും ടൈം എടുക്കും. ബുഷി അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടേ എന്ന് പറഞ്ഞ് അവൻ ആ വാക്ക് പറഞ്ഞ ഉടനെ, എന്തെന്നറിയില്ല, വാശിക്കാണോ ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ തയ്യാറെടുത്തത്. ഉമ്മയും പറഞ്ഞു, ഇനിയിപ്പോൾ ആരെ കാത്തുക്കാനാ, നമുക്ക് വേഗം കല്യാണം അങ്ങോട്ട് നടത്തുക. കുടുംബക്കാരും പറഞ്ഞു. അതെ, സത്യം പറഞ്ഞു എത്ര പെട്ടെന്നാണ്. ഒന്നുമില്ലെങ്കിൽ ഷാമിൽ ഞാൻ അത്ര ആഗ്രഹിച്ചതല്ലേ. ഷാമിൽ എന്നെയും അവൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുമ്പോൾ അറബിയമ്മ വരെ പറഞ്ഞതാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കണം എന്നുള്ളത്. അവരുടെ വാക്കുകളൊന്നും വില കൽപ്പിക്കാതെ നമ്മളുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്തു. അറബിയമ്മ പാവം അത്രക്കൊക്കെ ഉപദേശിച്ചിരുന്നു. ഷാമിലിനെയും ഒത്തിരി ഇഷ്ടമായിരുന്നു, എന്നെയും. എന്തപ്പോൾ ചെയ്യുക, അതങ്ങനെയൊക്കെ ഒരു വിധിയായി പോയി. അപ്പോഴേക്കും എടുത്ത് ചാടി അങ്ങ് വിവാഹം കഴിച്ചു, ഒന്നും നോക്കിയില്ല. അല്ലെങ്കിൽ എന്ത് നോക്കാനല്ലേ, ഡോക്ടർ കാണാൻ
എന്ത് സുന്ദരനാണ്, യാതൊരു കുഴപ്പമില്ലാത്ത ആള്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകില്ല. അതെ, എല്ലാം ഉണ്ട്. ആവശ്യത്തിന് ഗ്ലാമറുണ്ട്, ഹൈറ്റും വെയ്റ്റും ഉണ്ട്, സംസാരത്തിലും നടത്തത്തിലും പ്രത്യേക ഒരു ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സാരല്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷാമിലിൻ്റെ കണ്ണീര് തട്ടിയതാണോ എനിക്കെന്നുള്ളത്. ഷാമിലിനോടൊന്ന് മാപ്പ് പറയണം. കാരണം അവനുമായി ഞാൻ കണ്ടുമുട്ടിയിരുന്നു, ശരിയാണ്. അവൻ എന്നോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കൂടെ കൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്തെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ അൻഷിഫിൻ്റെ കൂടെ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചോളാം എന്നുള്ളത്. പക്ഷെ അവർക്കിപ്പോൾ കുഞ്ഞ് വേണം. കുഞ്ഞായിക്കോട്ടെ, കുഴപ്പമില്ല എൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ അൻഷിഫിന് അതിനുള്ള ശേഷി പോലും ഉണ്ടാവില്ല. അതെ, അൻഷിഫിൻ്റെ ആ ഒരു അവൾ വിതുമ്പിപ്പോയി. എന്നാലും സിനാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം നിർബന്ധിക്കുന്നത്? അതാണ് എനിക്ക് അറിയാൻ കഴിയാത്തത്. എന്നാൽ അവൾ അന്ന് ആ ബെഡ്റൂമിൽ അതാ കിടന്നു. രാത്രി ഏറെ വൈകിയിട്ടും അൻഷിഫ് എത്തിയിട്ടില്ല. അവൻ ഇത്ര വൈകിയില്ല. ഉമ്മ താഴെ നിന്ന് ഓരോന്ന് പറയണ്ടേ. ഓരോ പെണ്ണുങ്ങൾ കയറി വന്നാൽ പിന്നെ മക്കള് വരുന്ന നേരും കാലൊക്കെ മാറി. ഓ, എൻ്റെ കുട്ടി ഓരോ ദിവസം മഗ്‌രിബിൻ്റെ ശേഷം ഇവിടുന്ന് പുറത്തൊക്കെ പോയിട്ടില്ലേ? ഇനിയിപ്പോൾ അത് എത്ര നേരമായി? ഓനെ കേട് വരുത്താൻ ഓൾ ഒരുങ്ങിയതേക്കും. അല്ലാതെന്താ? പൊന്നാരൻ്റെ ബുഷി ഒന്ന് വിളിച്ചു നോക്കുവോനേ. എനിക്കൊരു സമാധാനമില്ലല്ലോ. അല്ല ബുഷി, എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എനിക്കെന്താ അനുസരിച്ചൂടെ? ഈ പിന്നെ ആര് പറഞ്ഞതാ മോളെ അനുസരിക്കുക? ഞാൻ എന്നെ നല്ലോണം നോക്കിക്കണ് എങ്ങനെ വെച്ചാൽ. പക്ഷേ അതിൻ്റെ ഒരു നന്ദി പോലും ഈ കാണിക്കണില്ല എൻ്റെ മോനോട്. എൻ്റെ മോനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ഇങ്ങനെ ഓനെ ഇടങ്ങാറാക്കുന്നത്? അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തൂടെ എനിക്ക്? ഞാനെൻ്റെ ഓൻ്റെ പെറ്റ തള്ളല്ലേ? ഒന്ന് ആലോചിച്ചൂടെ എനിക്ക്? എനിക്കൊരു സമാധാനമില്ലല്ലോ റബ്ബേ, വല്ലാത്തൊരു പുതുമ. എന്നാൽ ബുഷി അത് കേട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഉമ്മ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നീയല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോന് മനം നൊന്താണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വല്ലാത്തൊരു പുതുമായിപ്പോയി. ഇങ്ങനൊന്നും പറയേണ്ടില്ലായിരുന്നു. ഉമ്മ, ഞാനല്ല ഉമ്മ. ബുഷി, മിണ്ടാതിരിക്ക്, നാവടക്കിക്കോ. എൻ്റെ മോനങ്ങോട്ട് വരാതെ എനിക്കൊരു സമാധാനമല്ല. അവൾ നേരെ മുകളിലേക്ക് തന്നെ കയറിപ്പോയി. മുകളിലേക്ക് കയറിപ്പോയേണ്ടിയിരുന്ന ഒക്കെ ആയിരുന്ന വിചാരം. എന്തിനു പോവുക ആർക്കറിയാം? എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് വിഷമം വന്നത് ആർക്കറിയാം? ഏതായാലും റബ്ബേ, എൻ്റെ കുട്ടിൻ്റെ ഒരു അവസ്ഥ. ഉമ്മ നിയന്ത്രണം വിട്ട് ഓരോന്നങ്ങനെ പറയുന്നുണ്ട്. ബുഷിക്ക് മനസ്സിലായി ആ ഉമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അവരുടെ മകനാണ് പോയത്, എൻ്റെ ഭർത്താവാണ്. അതെ, ആ പൊന്നും പോലെ നോക്കിയ മകൻ ഒരു ദിവസം അങ്ങനെ രാത്രി സമയത്ത് ഇറങ്ങി പോവുകയെന്ന് വെച്ചാൽ ഏതൊരു ഉമ്മാക്കും സഹിക്കൊന്നുമില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, എന്താ ചെയ്യുക? അവർ തന്നെയാണത്രേ ഇതിനു വേണ്ടി മെനക്കെട്ടത്. എൻ്റെ പൊന്നാര ബുഷിയെ, എൻ്റെ പണിയാണിതൊക്കെ. എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇപ്പം എന്തായി? ഓനോട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അങ്ങനെ അത് ബുഷി വിതുമ്പിക്കൊണ്ട് അവളുടെ റൂമിലിരിക്കുകയാണ്. അതെ, എൻ്റെ ഉമ്മ. അവൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു, ഉമ്മ, ഇക്ക എന്താ ചെയ്തോട്ടെ? ഞാൻ ഇക്ക പറയുന്നത് എന്തിനും തയ്യാറാണ് ഉമ്മ. ഇനി ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ഒരാളും വിഷമിക്കണ്ട, എൻ്റെ കാര്യം കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടണ്ട. എന്നാൽ വിളിക്കടി, ഫോൺ എടുത്ത് വിളിക്ക്, ഇപ്പം തന്നെ വിളിക്ക്. ഉമ്മ, ഞാൻ വിളിച്ചാൽ എടുക്കൂല. ഫോണൊക്കെ ഓണാണ്, ഞാൻ വിളിച്ചു നോക്കിയല്ലോ, ഒന്ന് വിളിച്ചു നോക്കുക. അങ്ങനെതാ അവൾ വിളിക്കുന്നു, ഫോൺ ബെല്ലടിക്കുന്നു. എന്നാൽ അതാ അവളുടെ പേര് ബുഷി എന്ന് കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. ഉമ്മ, കട്ട് ചെയ്തു. എൻ്റെ കാട്ടിക്കൂട്ടലുണ്ടെന്നെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? കട്ട് ചെയ്തിക്കണമെങ്കിൽ ഒന്നും കൂടെ വിളിച്ചൂടെ? ഉമ്മ, ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഒരു പക്ഷേ എന്നോട് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടിച്ച് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടേ? ഉമ്മ പ്ലീസ്, ഞാനൊന്നും. ഉമ്മ അത് നെടുവീർപ്പിട്ടു നേരെ കോലായിൽ പോയിരുന്നു. അതെ, ഈ എന്തോടെ വന്നിരിക്കണേ? ഈ റൂമിൽ പോയി കിടന്നോ? എൻ്റെ ഉറക്കം വെറുതെ കേടെടുത്തണ്ട. ഇനിയിപ്പോൾ ആ പേരും കൂടി എൻ്റെ മോൻ്റെ തലയിലാവാൻ വേണ്ടിയിട്ട്. ഉമ്മ വേണ്ട, ഒന്നും പറയണ്ട. അവൾ മുകളിലേക്ക് കയറിപ്പോയി. മേലെ പോയിരുന്നവനൊന്നും അറിയണ്ടല്ലോ. വീണ്ടും ഉമ്മയുടെ വർത്താനം. എന്താ റബ്ബേ, ഉമ്മ എത്ര സ്നേഹത്തോടെ എന്നെ നോക്കിയതൊക്കെ ആയിരുന്നു. മോന് പോയപ്പോൾ ഉമ്മാൻ്റെ നിയന്ത്രണം വിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അവൾ സങ്കടത്തോടെ അവളുടെ ബെഡിലേക്ക് ഇരുന്നു. ഒരു നിമിഷം അവൾ ഫോൺ എടുത്തു. അതെ,
ഏറെ പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും ഒരു ദിവസം പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും അല്ലെങ്കിൽ വേറൊന്നിനു വേണ്ടിയല്ലെങ്കിലും എന്നാലും പക്ഷെ ഇപ്പോൾ ആ സിനാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് വലിയ പ്രശ്നമായത്. അയാൾ നല്ല സാധനമാണ്. തരം കിട്ടിയാൽ എന്നെ കൈക്കലാക്കാൻ നോക്കണേ അയാൾ, എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഈ സമയം അവൾ ഫോൺ എടുത്തു. വെറുതെ നോക്കി ഷാമിലിൻ്റെ ആ ഒരു നമ്പർ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിപ്പോയി. അവൾ പെട്ടെന്ന് തന്നെ ഷാമിലിന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഒരു സ്മൈലി. അത് കരയുന്ന. എന്നാൽ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഷാമിൽ അത് കണ്ട് ഞെട്ടി. എന്തു പറ്റി ബുഷി, എന്തു പറ്റി? എന്നാൽ അവൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു സ്മൈലി കൂടി അയച്ചു. അല്ല, നിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അല്ലാതെ ഒരിക്കൽ പോലും നീ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് അയക്കില്ല ബുഷി. എന്താ എന്താ പറ്റിയത്? എന്തെങ്കിലും സംഭവിച്ചോ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? അത് മാത്രം എനിക്ക് നോക്കിയാൽ മതി. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഷാമിൽ, ഇല്ല. പിന്നെ അത് മറ്റൊന്നുമല്ല. അൻഷിഫ് ഇതുവരെ എത്തിയില്ല. സമയം ഒരുപാട് ലേറ്റായി. ഉമ്മ അങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അത് എൻ്റെ കാരണം കൊണ്ടാണ് അവൻ പുറത്തിറങ്ങിപ്പോയത് എന്നാണ് പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഏത് ഭാഗത്തേക്ക് പോയത്? ഇല്ല, അറിയില്ല. ഇനി ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തേക്കാണോ? അറിയില്ല. ഒരുപക്ഷെ അവിടെ ക്ലബിലോ എവിടെ, അങ്ങനെ പുറത്ത് പോവാറില്ല. ഓക്കെ ഓക്കെ, ബുഷി വിഷമിക്കണ്ട. നീയും നിൻ്റെ ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ഉഷാറാകണം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഒരാളും കടന്നു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവലിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. നീയും അൻഷിഫും. അതെ, നിനക്ക് ഏതായാലും നിൻ്റെ ഭർത്താവായി അവനാണ് കിട്ടിയത്, പഠിച്ചോൻ തന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ നല്ല സമാധാനമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബുഷി. എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളും സ്നേഹങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ നീ എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ ആയി മാറി. അതെ, എൻ്റെ പെങ്ങളും അളിയനും ആ രീതിയിലാണ് മോളെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിനക്കെന്തേ പറ്റിക്കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ്. എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരിക്കലും കരയരുത്. അതെ, ഞാൻ അൻഷിഫിനെ രക്ഷിച്ചു കൊണ്ടുവരും, അത് എവിടെയാണെങ്കിലും. അത് എവിടെ ആയിരിക്കില്ല. എന്നാലും ഇത്ര സമയമായിട്ട് ഉമ്മ കോലയിൽ തന്നെ ഇരിക്കുകയാണ്. ഉമ്മ എന്നെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. നീ എന്തോ പറഞ്ഞിട്ടാണ്. ബുഷി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? ഇല്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണം? അത് മക്കളില്ലാത്ത സ്ഥിതിക്ക് കുത്തിവെച്ച് ഗർഭമുണ്ടാക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അതിനു വേണ്ടിയൊക്കെ ആയപ്പോൾ എന്തപ്പോൾ അതൊരു 2-3 വർഷം കഴിഞ്ഞിട്ടല്ലേ. ഇതിപ്പോൾ 1-2 മാസം ആയപ്പോഴേക്കും ഇങ്ങനെ ആകാനിപ്പോൾ എന്ത് സംഭവം? ഇതെന്താ ഇത്ര പെട്ടെന്ന് കുത്തിവെപ്പും അതും നടക്കണേ? ചില ആളുകൾക്ക് 5 വർഷം മക്കളില്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ മെഡിസിൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതെന്താ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എന്നാൽ ഒരിക്കൽ പോലും ബുഷി പറഞ്ഞില്ല, അതെ എൻ്റെ ഭർത്താവിന് അതിനുള്ള ശേഷിയില്ലെന്ന്. എൻ്റെ ഭർത്താവിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുവാനുള്ള ശേഷിയില്ല എന്നുള്ളത് അവൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല. കാര്യം അവൾക്കറിയാമായിരുന്നു, ഒരാളുടെ ഒഴിബ് നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ 1000 ഒഴിബ് മറച്ചു വെക്കും എന്നതുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവൾ ഭർത്താവിൻ്റെ ന്യൂനതകൾ പറഞ്ഞില്ല. ബുഷി പറവണ്ണേ, ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുന്നത്? നോ, ഇപ്പോൾ തന്നെ എടുക്കാൻ പാടില്ലല്ലോ അതൊന്നും. അതൊക്കെ എന്തിനാ ഇപ്പോൾ എടുക്കുന്നത്? അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ചെയ്യുക. അതിനു മുമ്പ് മെഡിസിൻസൊക്കെ അല്ലേ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ എന്താ കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ അയാളൊരു ഡോക്ടർ, നീ ഒരു നേഴ്സ്, നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഇത് എത്ര ധൃതി? അവൾ മൗനം പാലിച്ചു. ബുഷി, നീ വിഷമിക്കല്ലേ. അതൊക്കെ ഇപ്പം നിൻ്റെ ഭർത്താവിനോട് പറ. എന്തത് ഇങ്ങനെ വെയിറ്റിങ്, തീരെ ഒരു കാത്തിരിപ്പില്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും അതാ ബുഷി അതെല്ലാം അവളോട് പറഞ്ഞു. എന്നാൽ ബുഷി പറഞ്ഞു, ഷാമിൽ സാരല്ല. എന്നാൽ ശരി, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ അതാ ഷാമിൽ അവൻ്റെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അതുവഴിയെല്ലാം അങ്ങ് കറങ്ങി. എന്നാൽ ആ കൂട്ടത്തിൽ ഡോക്ടർ സിനാൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ആ ഒരു കൊച്ചു സിറ്റിംഗ് ഏരിയയിൽ അതുവഴി
യും അവൻ കറങ്ങി. ബുള്ളറ്റുമായി കറങ്ങിപ്പോകുന്ന അവനെ അതാ പെട്ടെന്ന് സിനാൻ മനസ്സിലാക്കി. ഡാ, അങ്ങോട്ട് നോക്ക്, ആരാ പോകുന്നെന്ന്. ഏതാടാ പയ്യൻ? കണ്ട നല്ല ലുക്കാണല്ലോ. നീയപ്പോൾ മനസ്സിലായില്ല അല്ലേ? ഒരു പൊട്ടൻ. അതെ, നിന്റെ പെണ്ണിൻ്റെ കാമുകൻ, അല്ലാതാരാ. അവനോ? അവനത് രാത്രി കാലങ്ങളിൽ നിന്റെ പെണ്ണിൻ്റെ അടുത്ത് പോയി വരികയായിരിക്കും. അല്ലാതെ ഇപ്പം എന്താ ഈ വഴിക്കൊക്കെ വരാൻ കാരണം? ശരിക്കും അതാ അൻഷിഫിൻ്റെ രക്തം തിളച്ചു. എടാ, നീ എന്തീ പറയുന്നത്? ശരിക്കും അതാ അവനെ തന്നെ ദേഷ്യം പിടിച്ച് ചൂടായിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്താടാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ലേ, ഞാൻ പറഞ്ഞെന്ന് മാത്രം. നീ ഏതായാലും ഇവിടെ ആണല്ലെന്ന്. നമ്മൾ രണ്ടുപേരും ഇന്ന് അല്പസമയം സംസാരിക്കണമെന്ന് ഞാനും വിചാരിച്ചു തന്നെ. ഏതായാലും സ്പോട്ടിൽ എന്നെ കിട്ടി. എങ്ങനെയുണ്ട് പാതിരാത്രി കറക്കം നിൻ്റെ മറ്റവൻ്റെ? എടാ, ദയവായി നീ അതിനെക്കുറിച്ച് പറയരുത്. എന്താ പറയാൻ ബാക്കി? അവരെന്താ കഴിയാൻ ബാക്കി? ഇനിയിപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഇനി വല്ല ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നിൻ്റെ എന്നുള്ള പേരിൽ കെട്ടിവെക്കാൻ ഓള് മടിക്കില്ല. എന്നാൽ അതാ അൻഷിഫിൻ്റെ രക്തം തിളച്ചു. ഡാ, അങ്ങനെയൊന്നും പറഞ്ഞു പോരുത്. ആഹാ, അത്രക്കാരിയാണോ അവള്? അവൻ്റെ വരവ് അവിടെ നിന്നാണോ? എന്നാൽ ആ നിമിഷം തന്നെ അതാ അൻഷിഫ് ഡോക്ടർ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ബുഷി, അവളെ ഞാൻ ഇത്രയും വിശ്വസിച്ച് എൻ്റെ ഭാര്യയാക്കി കൂട്ടിയത് അവളുള്ള വിശ്വാസം കൊണ്ടാണ്, അവളുടെ സ്വഭാവം കൊണ്ടാണ്. പക്ഷേ ഉള്ളിൽ ഇങ്ങനത്തെ കള്ളത്തരങ്ങളുള്ളത് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. പിന്നെ എവിടെ നിന്നാടാ അവന് വരുന്നത് ഈ നട്ടപ്പാതിരാക്ക്? അല്ല പിന്നെ. ആ നിമിഷം തന്നെ അതാ അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുന്നു. പാവം ബുഷി, അവളിതൊന്നും അറിയുന്നില്ല. കാര്യം അവൾ പറഞ്ഞു. അതെ, പക്ഷേ ആ ഒരു നോട്ടം അവൻ കണ്ടു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്. എന്നാൽ ആ നിമിഷം തന്നെ അവനെ ഫോളോ ചെയ്തുകൊണ്ട് നേരെ ഡോക്ടർ സിനാൻ അതാ അവൻ്റെ ബൈക്കിന് മുമ്പിൽ കാറ് വിലങ്ങിടുന്നു. നിമിഷം ഷാമിൽ ഞെട്ടിപ്പോയി. എന്താടോ ഇത്? റോഡ് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഷാമിൽ അല്ലേ? ശരിക്കും അവനൊന്ന് ഞെട്ടി. അതെ, സിനാൻ ഡോക്ടർ. എന്താ നിങ്ങളെന്തീ നടുറോട്ടിൽ ചെയ്യുന്നത്? യാത്രക്കിടയിൽ എവിടെ നിന്നാടാ വരുന്നത്? എവിടെ നിന്ന് നീ ഇപ്പോൾ ഈ നട്ടുപാതിരക്ക് വരുന്നത്? 10, 11, 12 മണി സമയത്ത് നീ എവിടെ നിന്ന് വരുന്നത്? ശരിക്കും അതാ സിനാൻ അവൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നടന്നുകൊണ്ട് ചോദിക്കുന്നു. നീ എവിടെ നിന്ന് വരുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ ഈ സമയത്ത് ഇറങ്ങി തിരിച്ചെന്ന് ചോദിച്ചത്. സത്യം പറടാ, ബുഷിയുടെ അടുത്ത് പോയി വരില്ലേ? എന്നാൽ അത് കേട്ടതും അതാ അവൻ പൊട്ടിത്തെറിച്ചു. സർ, ഡോക്ടറൊന്നും ഞാൻ നോക്കില്ല. അനാവശ്യം പറഞ്ഞാലേ അടിച്ച് പല്യം കുഴിക്കും എന്ന് പറഞ്ഞ് അതാ വിറക്കുന്ന കൈകളോടെ ഷാമിൽ അയാളുടെ നേർക്ക്. ആഹാ, നീ എന്നെ അങ്ങനെ അങ്ങ് താഴ്ത്താൻ വരട്ടെ. നീ എന്നെ അന്നൊരു ദിവസം നീ തോൽപ്പിച്ചത്, പക്ഷെ ഇനി നടക്കില്ല. പറയടാ, നിൻ്റെ പേരിൽ കള്ള കേസ് എഴുതി അങ്ങ് കേസ് കൊടുക്കും. ഡോക്ടർ സിനാന പറയുന്നത്, MD. അതായത് ഞാനെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിലേ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ നിന്നെപ്പോലുള്ള പീറച്ചക്കൻ. സർ, കാര്യമൊക്കെ ശരിയായിരിക്കും. നിങ്ങൾ വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ക്യാഷും ജോലിയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് വെറുതെ കയറാൻ പാടില്ല. എന്താടാ നീ എന്ത് ചെയ്യും? അല്ല, നീ എന്താ ചെയ്തത്? നീ എവിടെ നിന്ന് വരുന്നത്? സത്യം പറഞ്ഞോ. എന്താടാ, നിനക്ക് ബുഷിയുടെ ഒരു മണമുണ്ടല്ലോ. അതിന് സാറിങ്ങനെ ബുഷിയെ മണത്തു? ഒരു മൽപ്പിടുത്തൊക്കെ നടന്നല്ലേ അല്ലേ? എടാ, നിന്നെ കളിയാക്കുകയാണോ? കളിയാക്കല്ല സാറേ, നിങ്ങൾ ഡോക്ടർ സിനാനല്ലേ? നേഴ്സുമാർ വെറുതെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. എന്താ സാറേ? എന്താണ് മറ്റേ ആളെ ചൂടാക്കി വിട്ടിട്ടുണ്ടല്ലോ? അതേടാ, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങളങ്ങനെ പലതും പറയും. നീ അതിൻ്റെ ഇടയിൽ ഇടപെടാൻ പാടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ബുഷിയുടെ നേരെ എങ്ങനെ നീ വന്നിട്ടുണ്ടെങ്കിലല്ലോ ബുഷി അത് അൻഷിഫിൻ്റെ പെണ്ണാണ്. ഒരിക്കലും നിൻ്റെ പഴയ കാമുകി എന്ന പേരിൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? ഷാമിൽ ശരിക്കും ഒന്ന് ഞെട്ടി. സർ, അനാവശ്യം പറയരുത്. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെപ്പോലെ ചെറ്റ കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. ചെറ്റ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഞാനാണോ ചെയ്തത്? സർ, ഞാൻ സാറെന്ന് വിളിക്കുന്നത് ബഹുമാനം കൊണ്ടാണ്, നിങ്ങൾ ഡോക്ടറിൽ നിന്ന് കരുതിയിട്ട്.
പക്ഷേ അതുകൊണ്ട് എന്നെ ചെറ്റേന്ന് വിളിപ്പിക്കരുത്, മനസ്സിലായല്ലോ? നീ ഒന്ന് പോടാ പീറ ചെറുക്കനെ, നീ ആരോടെ തട്ടാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വേഗം അതാ കാറിൽ കയറി തിരിച്ചു പോകുന്നു. ശരിക്കും ഷാമിലിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. അവൻ എന്തൊക്കെയോ ഒരു കള്ളച്ചതി ഒപ്പിച്ച പോലുണ്ടല്ലോ റബ്ബേ. എന്തായിരിക്കും അത്? അവൻ എന്തൊക്കെയാ ഇപ്പം പറഞ്ഞത്? എന്നെ കണ്ടപാടെ അൻഷിഫ് പോകലും ഒന്നും സംസാരിക്കാനെ പോലും ഒന്നിനും ഒരു ഗ്യാപ്പില്ലാതെ എന്തിപ്പോൾ ഇത് സംഭവം? എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ടല്ലോ. പഠിച്ചോനെ, എൻ്റെ ബുഷിയെ നീ കാത്തുരക്ഷിക്ക് റബ്ബേ. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചോനെ നീ എനിക്ക് തെളിയിച്ചു കൊണ്ടാ. ആ നിമിഷം അതാ ഷാമിൽ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.